ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാത്തൂൻസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ചെന്ന മസാലയായിട്ടാണ് വന്നിരിക്കുന്നത്. കാബുളി കടല, അത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ്. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടോ പുട്ടിൻ്റെ കൂടോ ഇടിയപ്പത്തിൻ്റെ കൂടോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കടലക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം എങ്കിൽ മാത്രമേ ഇത് ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 50 ഗ്രാം കടല ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് രാവിലെ ഒരു മീഡിയം സൈസ് സവാള ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനോടൊപ്പം നമുക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിട്ട് ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 മീഡിയം തക്കാളി, 2 പച്ചമുളക്. എൻ്റെ പച്ചമുളകിന് എരിവില്ലാത്തതുകൊണ്ടാണ് 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി. ഇത് ചതച്ചെടുക്കണം. മല്ലിയില. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം സവാള ഇട്ട് വഴറ്റാം. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കുക്കിംഗ് ഓയിലാണ് എടുത്തേക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. സവാള ഒന്ന് വഴന്ന് വരട്ടെ. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. പച്ചമുളകും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാം. സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊണ്ടുവരാം. സവാളയെല്ലാം ഏകദേശം ഒരു വിധം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടി വകകൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഞാനിവിടെ 2 സ്പൂണാണ് ചേർക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരട്ടെ. പൊടിവെള്ളം ഒരിക്കലും കരിയരുത്. അതിനുശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി തീരെ കുറച്ച് മതി. ഒരു 1/2 സ്പൂൺ മുളക് പൊടി മതിയാകും. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്നത് ഗരം മസാലപ്പൊടിയാണ്. ഗരം മസാലപ്പൊടി സാധാരണ ചാട്ടുപൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നമുക്ക് കേരള സ്റ്റൈലിൽ വെക്കുമ്പോൾ ചാട്ടുപൊടി പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഗരം മസാലപ്പൊടി ഇടുന്നത്. അത് ഒരു 1/2 സ്പൂണ് മതിയാവും. അവിടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തേക്കുന്നത്. വലിയ തക്കാളി ആകുമ്പോൾ ഒരെണ്ണം മതിയാവും. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമുക്ക് ഇതിനകത്തേക്ക് ലേശം ഉപ്പ് ചേർക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് സവാള ഇട്ട് വേവിച്ച കടലയാണ്. അപ്പം കുറച്ച് ഉപ്പ് ചേർക്കാം. വീണ്ടും നമുക്കൊന്നുകൂടെ ഒന്ന് വഴറ്റാം. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടയട്ടെ. ഉപ്പിടുമ്പോൾ കുറച്ചുകൂടി അത് ഉടഞ്ഞു വന്നോളൂ. മസാലയെല്ലാം നന്നായിട്ട് മൂത്തെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന കടല ചേർക്കാം.
ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഉപ്പെല്ലാം നോക്കേണ്ടത്, ഉപ്പൊക്കെ ഒരു പരുവത്തിനുണ്ട്, നല്ല ഇതിലുണ്ട്, പാകമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് തിളക്കട്ടെ. ഇതെല്ലാം ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് തിളച്ച് കഴിയുമ്പോൾ ഇതൊരു സിമ്മിലിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് സിമ്മിലിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ കറി ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. കടലയൊക്കെ നന്നായിട്ട് വേവിച്ചതായതുകൊണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് തരാം. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം.